ദാ വന്നു, ദേ പോയി. ഇങ്ങനെ ആരോ പറയലുണ്ടായിരുന്നല്ലോ. ആ, സുരേഷ് ഗോപി. അതുപോലൊരു ഓർഡറായിരുന്നു ഇത്. എക്സാക്റ്റ് ഡേറ്റും എനിക്ക് ഓർമ്മയില്ല, കാരണം കുറേ ദിവസമായേ. ക്ലാസ്സിലിരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം 1 അല്ല 2 അല്ല 3 അല്ല ഒരേ വിളിയാ. ഞാൻ ഫോണെടുത്തു. സജിയല്ലേ? അതെ. നിങ്ങൾ മുന്നേ ചെയ്തൊരു വർക്ക് കണ്ട് വിളിക്കുന്നതായിരുന്നു. നിങ്ങൾക്കതുപോലെ ഇന്ന് രാത്രിക്കേക്ക് ഒന്ന് ചെയ്യാൻ പറ്റുമോ? അന്ന് രാത്രിക്കേക്ക് വേറൊരു വർക്കും കൂടി ഉള്ളതിനാൽ എന്ത് പറയണമെന്ന് ആദ്യം ഒന്ന് സംശയിച്ചു. മുന്നേ നമ്മൾ ചെയ്ത വർക്ക് കണ്ടിട്ടാണല്ലോ ഇപ്പം ഇങ്ങനെ ഒരു കോള് വന്നേ. അതുപോലെ ഈ വർക്ക് കണ്ട് നാളെ ഒരു കോള് വന്നില്ല എന്ന് ആര് കണ്ടു? കോളേജ് വിട്ട് പോകുമ്പോഴേക്കും എഡിറ്റ് ചെയ്തു, പ്രിൻ്റ് എടുത്തു, വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി. അല്ല, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞില്ല അല്ലേ? ഒരു സ്കൂളിൽ ഒരു സാറുണ്ടായിരുന്നു. ഒന്നല്ല കുറേ സാറുണ്ടാവുമല്ലോ. പക്ഷെ നമ്മുടെ സാറ് ഒരു ക്വിസ് മത്സരം നടത്തി. ക്വിസ് മത്സരത്തിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കിട്ടിയ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കണമായിരുന്നു. ഫസ്റ്റ് കിട്ടിയ കുട്ടിക്ക് നോട്ട് ബുക്ക്, സെക്കൻഡ് ക്രയോണ്, തേർഡ് 2 കുട്ടികളുണ്ടായിരുന്നു നോട്ട് പാഡ്. ഇതൊക്കെ എന്താ പ്രത്യേകത? ഇങ്ങനെ വെറുതെ കൊടുക്കാനല്ല, അതിലൊക്കെ ആ കുട്ടികളുടെ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് ഒട്ടിക്കണമായിരുന്നു. എന്താ അല്ലേ ഇപ്പോഴത്തെ ടീച്ചേഴ്സിൻ്റെയൊക്കെ ഓരോ ചിന്താഗതി. നമുക്കും ഉണ്ടായിരുന്നു കുറേ ടീച്ചേഴ്സ്. ഇതൊക്കെ കൈ കിട്ടുമ്പോൾ ആ കുട്ടിയൊക്കെ എന്തുമാത്രം സന്തോഷം ഉണ്ടാവുമല്ലേ? അവർക്ക് മാത്രമല്ല, ഇത് അടുത്ത മത്സരത്തിൽ എനിക്ക് കിട്ടണമെന്ന് മറ്റുള്ള കുട്ടികൾക്കും കൂടി തോന്നുമായിരിക്കും അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു സൈക്കോളജി. തോന്നുമായിരിക്കും. നോട്ട് പാഡിൻ്റെ സൈഡിൽ പെൻസിൽ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒട്ടിക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയാണ് അടുത്ത പണി. ഇതിനൊക്കെ റിബൺ കെട്ടണം. ആ സാറ് വിളിച്ചപ്പോൾ പറഞ്ഞ ഏക കാര്യം റിബൺ കൂടി ഇൻക്ലൂഡ് ചെയ്യണേന്നാ. റിബണിനൊക്കെയുള്ള ഒരു കൺസിഡറേഷനേ. ഞാൻ റിബൺ കെട്ടുന്ന കാണുമ്പോൾ എനിക്ക് എപ്പം പറയാൻ തോന്നുന്ന കാര്യം, ഇതങ്ങനെയൊന്നും അല്ലടാ. ആ ഡയലോഗില്ലേ, അതാ. കാണുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നുണ്ടല്ലേ? സ്വാഭാവികം തോന്നും. ബട്ട് എന്നെ അങ്ങനെ ആക്കണ്ട കേട്ടോ. ഞാൻ കെട്ടിയ റിബൺ എങ്ങനെയുണ്ട്? മുടുക്കനായിട്ടില്ലേ? ഇത് നമ്മുടെ സാധാ കെട്ടല്ല, അതുകൊണ്ടാണ് എനിക്ക് കെട്ടാൻ തിരിയാത്തേ. ഇതാണ് ബോ കെട്ട്. ബോ പോലെ ഇരിക്കും. നോക്ക്, ബോ പോലെ ഇരിക്കുന്നില്ലേ? ഇതായിരുന്നു ഫൈനൽ ഔട്ട്പുട്ട്. നോട്ട് ബുക്ക്, ക്രയോണ്, 2 നോട്ട് പാഡ് വിത്ത് പെൻസിൽ. ഇത് കാണുന്ന ആരെങ്കിലും ടീച്ചേഴ്സായിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് കൊടുക്കുന്ന എന്തും കുഞ്ഞുങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരിക്കും. പക്ഷേ അതിത്തിരി മധുരം കൂടിയാൽ അതെന്നും പ്രിയപ്പെട്ടതായിരിക്കും.